അല്ല, വീണ്ടും ആവർത്തിക്കുകയല്ല, മറിച്ച് ഈ ഒരു ക്രൈമിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചൊരു സാഹചര്യമാണ്. കേരളം കണ്ട, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലൊന്നായിട്ട് ഈ ഒരു പാതി വിലയ്ക്ക് സ്കൂട്ടർ ഗൃഹോപകരണങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടന്ന തട്ടിപ്പ് മാറിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് BJP-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള NGOസും BJP നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന NGOസുമാണ്. ഈ പറയുന്ന അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിക്ക് ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള BJP-യുടെ കോർ കമ്മിറ്റി മെമ്പർ കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവ് AN രാധാകൃഷ്ണനാണ്. AN രാധാകൃഷ്ണൻ്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലും അനന്തു കൃഷ്ണൻ്റെ പേജുകളിലുമൊക്കെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇവരുടെ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ആഴമാണ്. അത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി നടന്ന എല്ലാ പരിപാടികളിലും AN രാധാകൃഷ്ണൻ പങ്കാളിയായിരുന്നു. മറ്റൊന്ന്, AN രാധാകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുണ്ട്. ആ സംഘടന സൈൻ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ നിരവധി പരാതികൾ കണ്ണൂരിലടക്കം നിരവധി പ്രദേശങ്ങളിൽ വന്നിട്ടും ഇതുവരെ AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. മനസ്സിലാക്കേണ്ടത്, ഇതൊരു പോൺസി സ്കീമാണ്. അതല്ലെങ്കിൽ രാജ്യം നിരോധിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്കൂട്ടർ കിട്ടിയില്ല എന്നുള്ളതോ അതല്ലെങ്കിൽ പണം തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല കേസിന് ആധാരമായിട്ട് എടുക്കേണ്ടത്. മറിച്ച് ഇത്തരം ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നുള്ളതാണ്. ഇത് മണി ചെയിൻ മോഡൽ നടന്നിട്ടുള്ള ഇടപാടാണ്. ഒരു തരത്തിലുള്ള CSR ഫണ്ടും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ AN രാധാകൃഷ്ണൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന് 5000-ലധികം സ്കൂട്ടറുകൾ അദ്ദേഹം വിതരണം ചെയ്തു എന്നാണ്. അദ്ദേഹം പറഞ്ഞത് മുഖവിലക്കെടുത്താൽ ഒരു CSR ഫണ്ട് ലഭിക്കാതെ എങ്ങനെയാണ് 5000-ലധികം സ്കൂട്ടറുകൾ പാതി വിലയ്ക്ക് നൽകാൻ AN രാധാകൃഷ്ണൻ്റെ ഈ പറയുന്ന കടലാസ് സംഘടനയ്ക്ക് സാധിച്ചത്? എവിടുന്ന് അതിനുള്ള പണം ലഭിച്ചു? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മണി ചെയിൻ മോഡൽ, അതായത് ഒരു ആദ്യം പണം കൊടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും അവസാനം പണം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് പണം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആദ്യം കൊടുക്കുന്ന കുറച്ച് പേർക്ക് സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രീതി, ഈ സാമ്പത്തിക ഇടപാട് രീതി തന്നെ ക്രൈമാണ്. അതിനെതിരെ കേസെടുക്കുന്നില്ല. അതിനെതിരെ കേസെടുത്താൽ സ്വാഭാവികമായിട്ടും AN രാധാകൃഷ്ണൻ പ്രതിയാകേണ്ടതും ജയിലിൽ പോകേണ്ടതുമാണ്. അപ്പോൾ AN രാധാകൃഷ്ണനെ സംരക്ഷിക്കാൻ വേണ്ടി CPM നേതൃത്വവും മുഖ്യമന്ത്രി ഓഫീസും നേരിട്ടിടപെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ കോട്ടയം ജില്ലയിൽ വൈക്കം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ സൈനിനെതിരെ പരാതിയുമായി ചെന്ന ആളുകളെ പോലീസ് സ്റ്റേഷനിൽ തന്നെ സൈനിൻ്റെ ആളുകളുമായി ബന്ധപ്പെടുത്തി ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം പോലീസ് നടത്തുകയാണ്. പരാതി FIR ഇടാൻ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് നേരിട്ടുള്ള നിർദ്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട്. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണൻ്റെ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കരുത് എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ മാത്രം ഇതിൽ യാതൊരു നടപടി ഉണ്ടാകാത്തത്. ഇന്നിപ്പോൾ BJP ഭരിക്കുന്ന ബാങ്കിനെതിരെ ആരോപണം വന്നിട്ടുണ്ട്, വെളിനാട് ബാങ്കിനെതിരെ ആരോപണം വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് ജില്ലയിൽ V മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി മുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിരുന്ന BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറുമായി ബന്ധമുള്ള സ്ഥാപനമാണിത്. ഇവിടെയെല്ലാം പ്രതിഷേധമുണ്ട്, ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, ആളുകൾക്ക് പരാതിയുണ്ട്. ഇവിടെയൊന്നും BJP നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്നില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ സർവേ ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള UDF നേതാക്കന്മാർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കാൻ കാണിക്കുന്ന ആവേശം വളരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ കേരളം മുഴുവൻ 100 കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സംഘടനകൾക്കെതിരെയോ അതിന് നേതൃത്വം നൽകുന്നവർക്കെതിരെയോ എടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. ഇതിൽ CPM BJP ബന്ധമുണ്ട്. മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. BJP നേതാക്കന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ച് സംരക്ഷിക്കുന്നു. ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ AN രാധാകൃഷ്ണനെതിരെ മാത്രം എന്തുകൊണ്ട് കേസില്ല? ബാക്കി എല്ലാ ആളുകൾക്കെതിരെയും വളരെ ചെറിയ രീതിയിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു സേവനം ലഭിച്ചോട്ടെ എന്ന് കരുതി ഒരു തരത്തിലുള്ള ക്രൈം ഇൻറ്റൻഷനും ഇല്ലാതെ ഇടപെട്ടുള്ള ജനപ്രതിനിധികളെ കേസിൽ കൊടുക്കുന്ന പോലീസ് എന്തുകൊണ്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ കേരളം മുഴുവൻ അനന്തകൃഷ്ണനുമായി ചേർന്ന് നടന്നുകൊണ്ട് നിരവധി മാസങ്ങൾ അയാളുമായി ചേർന്ന് പ്രവർത്തിച്ച AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കുന്നില്ല? ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? സ്വാഭാവികമായിട്ട് ഇത് കേസെടുക്കണം. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കണം. അനന്തു കൃഷ്ണൻ്റെ കൂട്ടുപ്രതിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കണം പോലീസ്. ഇക്കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടത്താൻ ഒരു തരത്തിലുള്ള നിയമപരമായ അവകാശവും ഇല്ലാത്തൊരു സംഘടന, ആ സംഘടനയുടെ കടലാസ് സംഘടനയുടെ പേരിൽ നടത്തിയിട്ടുള്ള 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ ഇത് സംബന്ധിച്ച് അന്വേഷണം വേണ്ടതാണ്. കാരണം സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകളുടെ കെട്ടുതാലി പണയം വെച്ചുകൊണ്ടുള്ള പണമാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ളത്. ആ പണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. ഒരുപക്ഷെ കേരളമോ രാജ്യമോ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിനാണ് BJP നേതാക്കന്മാർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്.